ഓൾ യൂത്ത് ഫോർ മിഷൻസ് ഇന്ത്യയുടെ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിലേക്ക് ഒരു പ്രാവശ്യം കൂടെ എല്ലാവരെയും വെൽക്കം ചെയ്യുകയാണ്. നമ്മളിപ്പോൾ മലാഖി പ്രവചനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സെഷൻ 2 വന്നിരിക്കുകയാണ്. ഇന്ന് രണ്ടാമത്തെ അധ്യായത്തിന്റെ 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളായിരിക്കും നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ദി അൺഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ദ പ്രീസ്റ്റ്, പുരോഹിതന്മാരുടെ അവിശ്വസ്തതയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത്. ഈ പ്രാവശ്യം നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത് ജനത്തിന്റെ അവിശ്വസ്തത, പ്രത്യേകിച്ച് വിവാഹത്തിൽ വന്നിരിക്കുന്ന അശുദ്ധി. അതാണ് ഇന്ന് നമ്മുടെ പ്രത്യേകിച്ചുള്ള ടോപ്പിക്ക്. അതുകൊണ്ട് 2 വിഷയങ്ങളാണ്. ഒന്ന് വിവാഹം, 2 ഡിവോഴ്സ്. ഈ 2 ഭാഗങ്ങൾ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. ഒരു പക്ഷെങ്കിൽ ഈ മേഖലയെക്കുറിച്ച് നമുക്ക് മറ്റ് സ്ഥലങ്ങളിൽ അധികം നമുക്ക് സമയം കിട്ടത്തില്ലായിരിക്കും ചിന്തിക്കാൻ, മറ്റ് വേദഭാഗങ്ങൾ. എന്നാൽ ഇന്ന് ഇത് ഡീറ്റെയിൽഡായിട്ട് തന്നെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ദൈവരാജ്യത്തിൽ കുടുംബത്തിന് ഒരുപാട് പ്രാധാന്യവും ഒരുപാട് സ്ഥാനവും ഉണ്ട്. അതുകൊണ്ട് അത് മനസ്സിലാക്കുക എന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ചോദ്യങ്ങളും നമ്മുടെ മനസ്സിൽ കാണും. അപ്പോൾ ആ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരം ഇന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് ലഭിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വിവാഹവും ഉപേക്ഷണവും, പല ചോദ്യങ്ങളുണ്ട്. ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് ഉപേക്ഷണം പാടുണ്ടോ? ദൈവവചനം അതിന് ആധാരമായി എന്തെങ്കിലും നൽകുന്നുണ്ടോ? ഇങ്ങനെ പല പല ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ കുറേ അടിസ്ഥാന പ്രമാണങ്ങൾ ഇന്ന് നമ്മൾ ഒരുമിച്ച് നോക്കും. അതുകൊണ്ട് ഈ ഒരു ടോപ്പിക്കിൽ തന്നെ ഇന്ന് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മുമ്പോട്ട് കടക്കുന്നില്ല, ഡീറ്റെയിൽഡായിട്ട് തന്നെ പോകാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഔട്ട്ലൈൻ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. നമ്മുടെ ഔട്ട്ലൈൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കി ദൈവത്തിന് ഇസ്രായേൽ മക്കളോട് നമ്മളോടുള്ള സ്നേഹത്തെക്കുറിച്ച്. എന്നാൽ ജനത്തിന് അത് കാണാൻ സാധിക്കാത്ത ഒരവസ്ഥ. എന്നിട്ട് ചോദിക്കുകയാണ്, നീ ഞങ്ങളെ എങ്ങനെയാണ് സ്നേഹിച്ചത് എന്നുള്ള ഒരു സർക്കാസ്റ്റിക് ക്വസ്റ്റ്യൻ. അതിന് കർത്താവ് ഉത്തരം കൊടുക്കുന്നത്, യാക്കോബിനെ ഞാൻ തിരഞ്ഞെടുത്തു. കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പിലാണ് കർത്താവിൻ്റെ സ്നേഹം നമുക്ക് മനസ്സിലാകുന്നത്. അതിനുശേഷം ആരാധന, മ്ലേച്ഛമായ ആരാധന, മാലിന്യപ്പെട്ട ആരാധന. അവസാനം ദൈവം തന്നെ വന്ന് പറയുകയാണ്, നിങ്ങളുടെ ആലയങ്ങളുടെ വാതിലൊന്ന് അടച്ചാൽ നല്ലതായിരിക്കും, നിങ്ങളുടെ ആരാധന ഒന്ന് നിർത്തിയാൽ നല്ലതായിരിക്കും. എന്താണ് ദൈവത്തിന് നിരക്കാത്ത ആരാധന എന്താണെന്നുള്ളത് പ്രൈമറിലി നമ്മൾ പറഞ്ഞു നിർത്തിയത്, ബാക്കിയുള്ളതും മുടന്തുള്ളതും കടിച്ചു കീറിയതിനെയും ശേഷിച്ച സാധനത്തിനെയും ആർക്കും വേണ്ടാത്തതിനെയും ഒക്കെ ദൈവത്തിന് കൊടുക്കുന്ന അനുഭവം. അതാണ് മാലിന്യപ്പെട്ട യാഗം. അങ്ങനെയല്ല, ദൈവത്തിന് ഏറ്റവും നല്ലത് കൊടുക്കണം എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ ജനത്തിൻ്റെ അവിശ്വസ്തതയെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങുന്നു. അതിൽ 2 ഭാഗങ്ങൾ, പ്രധാനമായിട്ടും വിവാഹത്തിൽ വന്നു കയറിയ അവിശ്വസ്തതയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ദൈവത്തിന് അതെന്തും മാത്രം വിലപ്പെട്ടതാണ് എന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, ഇഫ് യു ആർ എ ഡോക്ടർ, nurse, dentist, physiotherapist, paramedical, November 8, 9, 10 നമ്മുടെ ക്യാമ്പസിൽ ഒരു മിഷൻ കോൺഫറൻസ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഗോ കോൺഫറൻസിന് നിങ്ങൾ പലരും വന്നല്ലോ. അതിൻ്റെ മെഡിക്കൽ വേർഷൻ, അതായത് മെഡ് ഗോ ഫോർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് നമ്മുടെ ക്യാമ്പസിൽ നടക്കുന്നുണ്ട്. അത് നേരത്തെ രജിസ്റ്റർ ചെയ്യണം, കാരണം പെട്ടെന്നാണ് അതിൻ്റെ സീറ്റ്സ് ഫില്ലാവുന്നത്. ഞാൻ എനിവേ നിങ്ങൾക്ക് അറിയാവുന്ന ഡോക്ടേഴ്സ്, നഴ്സസ്, പാരാമെഡിക്കൽസ്, ഡെന്റിസ്റ്റ്, ഫിസിയോതെറാപ്പി, അങ്ങനെ ഈ മെഡിക്കൽ ബന്ധമായിട്ട് നമുക്ക് ഒരുപാട് നല്ല സെഷൻസ് ആയിരിക്കും. അതുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ രജിസ്റ്റർ ചെയ്യിപ്പിക്കണം. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഈ അടുത്ത വരുന്ന ആഴ്ച ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് തരാം. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താണ്? കർത്താവും ജനവും തമ്മിൽ നീ ഞങ്ങളെ എങ്ങനെ സ്നേഹിച്ചു എന്നുള്ളതാണ് ചോദ്യം. അതിനുള്ള ഉത്തരം കർത്താവ് കൊടുക്കുന്നുണ്ട്. രണ്ടാമത് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം ചോദിക്കുകയാണ്, ഞാനൊരു അപ്പനാണെങ്കിൽ എൻ്റെ ബഹുമാനം എന്തി? എന്നെ നിങ്ങൾ ആദരിക്കാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ അവർ തിരിച്ചു ചോദിക്കുക, ഞങ്ങൾ എപ്പോഴാണ് ആദരിക്കാത്തത്? ഞങ്ങൾ എപ്പോഴാണ് ഞങ്ങളുടെ ശുശ്രൂഷയെ മലിനമാക്കിയത് എന്നുള്ള ചോദ്യം. അതിനുള്ള ഉത്തരം കഴിഞ്ഞ പ്രാവശ്യം ദൈവം കൊടുക്കുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം വിവാഹം, ദൈവം സ്നേഹിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള മട്ടിൽ നമ്മൾ ഇന്ന് ഈ വിഷയത്തെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും അതിനുശേഷം നമ്മുടെ Q&A സെഷനിൽ പേഴ്സണലായിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതിനും സമയം ഇന്ന് വേറെ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ വിഷയത്തെക്കുറിച്ച് ഒരുപാട് കൺഫ്യൂഷൻ നമുക്കുണ്ട്. നമുക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് ക്ലാരിറ്റി ആവശ്യവും ആണല്ലോ. എന്നാൽ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിലേക്ക് കടക്കാം. മലാഖി പ്രവചനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 10 മുതൽ 13 വരെയുള്ള 10 to 13. Malachi 2, 10 to 13. നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത്, ഒരു ദൈവം തന്നെയല്ലയോ നമ്മെ സൃഷ്ടിച്ചത്? നമ്മുടെ പിതാക്കന്മാരുടെ നിയമത്തെ അശുദ്ധമാക്കേണ്ടതിന് നാം അന്യോന്യം ദ്രോഹം ചെയ്യുന്നത് എന്തിന്?
യഹൂദ ദ്രോഹം ചെയ്തു, ഇസ്രയേലിലും യെരുശലേമിലും മ്ലേച്ഛത സംഭവിച്ചിരിക്കുന്നു. എന്ത് മ്ലേച്ഛതയാണ്? യഹോവയ്ക്ക് ഇഷ്ടമായുള്ള അവന്റെ വിശുദ്ധ മന്ദിരത്തെ യഹൂദ അശുദ്ധമാക്കി ഒരു അന്യദേവന്റെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന മനുഷ്യന് യഹോവ ചോദിക്കുന്നവനെയും ഉത്തരം പറയുന്നവനെയും സൈന്യങ്ങളുടെ യഹോവയ്ക്ക് വഴിപാട് അർപ്പിക്കുന്നവനെയും യാക്കോബിന്റെ കൂടാരങ്ങളിൽ നിന്ന് ഛേദിച്ച് കളയും. കുറച്ച് സ്ട്രോങ് ലാംഗ്വേജ് ആണ് ഇനിയും കേൾക്കാൻ പോകുന്നത്. മലാക്കി പ്രവചനത്തിൽ ഒരു കാര്യം ഞാൻ പറയാം. മലാക്കി പ്രവചനത്തിൽ വളരെ വ്യക്തമായി നമ്മൾ കാണുന്നത് 90% ദൈവത്തിന്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വചനങ്ങളാണ്. മലാക്കിയുടെ തേർഡ് പാർട്ടി ഇന്റർവെൻഷനേ ഇല്ല. മലാക്കിയുടെ വാക്കുകൾ വളരെ ചുരുക്കം, ദൈവത്തിന്റെ വാക്കുകളാണ് ഫുൾ. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം മുഴുവൻ ദൈവശ്വാസീയമാണ്. എന്നാൽ ദൈവം, അതായത് യേശു കർത്താവ് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന റെഡ് ലെറ്റേഴ്സിൽ ഉള്ളതുപോലെ തന്നെ മലാക്കി പ്രവചനം ദൈവം പറഞ്ഞത് മാർക്ക് ചെയ്യാനാണെങ്കിൽ 90% ചുമന്നിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് മലാക്കിയുടെ ചിന്തകളല്ല, ദൈവത്തിന്റെ ചിന്തകളാണ്. ദൈവം വളരെ ശക്തമായിട്ടാണ് ഇവിടെ പറയുന്നത്. ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവം സ്നേഹിക്കുന്ന, അവിടെ എഴുതിയിരിക്കുന്ന കണ്ടോ, യഹോവയ്ക്ക് ഇഷ്ടമായുള്ള അവന്റെ വിശുദ്ധ മന്ദിരത്തെ. അവിടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നിങ്ങൾ എടുത്ത് വായിക്കുകയാണ്, ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഹി ലവ്സ്. വിവാഹത്തെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ, ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഹി ലവ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം വിവാഹം എന്ന പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നു. നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നോക്കുമ്പോൾ ദൈവം ഗോഡ് എസ്റ്റാബ്ലിഷ്, അതായത് എസ്റ്റാബ്ലിഷ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒന്ന് വിവാഹം, രണ്ട് സഭ. നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നു. ഗോഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത്, ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞതുപോലെ വിവാഹം ദൈവം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. ഇത് മനുഷ്യന്റെ ബുദ്ധിയിൽ വന്നൊരു കാര്യമല്ല. അതുകൊണ്ട് ദൈവം ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ സ്നേഹിക്കുന്നു. ഹി ലവ്സ് ദ ഹോൾ കോൺസെപ്റ്റ് ഓഫ് മാരേജ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും വിവാഹം കഴിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. പൗലോസ് തന്നെ പറയുന്നു, ദൈവത്തിന് പലരെക്കുറിച്ചും വെളിയിൽ പല ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുണ്ട്. എന്നാൽ ദൈവം എന്തുകൊണ്ടാണ് വിവാഹത്തെ ഇത്രമാത്രം ഇഷ്ടപ്പെടുന്നത്? ഒന്ന്, വിവാഹം എന്ന് പറയുന്ന മാരേജ്, ഇറ്റ് ഡിസ്പ്ലേസ് ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് അസ്. ദൈവവും തൻ്റെ മക്കളുമായിട്ടുള്ള ബന്ധത്തെ ഇതുപോലെ കുറിക്കുന്ന വേറൊരു പ്രസ്ഥാനം ലോകത്തിലില്ല. അതായത് യേശു കർത്താവും സഭയും തമ്മിലുള്ള ബന്ധത്തെ ലോകം അറിയണമെങ്കിൽ നല്ല ഒരു കുടുംബത്തെ ചൂണ്ടിക്കാണിച്ചാൽ ഒരു ഭർത്താവും ഭാര്യയും തമ്മിലുള്ള സ്നേഹബന്ധം അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ഓക്കെ, ഒന്നാമത്, ദാറ്റ്സ് വൈ ഗോഡ് ലവ്സ് മാരേജ്. രണ്ട്, ഗോഡ് ലവ്സ് മാരേജ് ഫോർ ദ ഗുഡ് ഇറ്റ് ഡസ് ടു സൊസൈറ്റി. നമ്മുടെ ഇന്നത്തെ നാം ജീവിച്ചിരിക്കുന്ന നമ്മുടെ സൊസൈറ്റിയിൽ ഇതുപോലെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമില്ല, നല്ല ദൈവിക അടിസ്ഥാനമുള്ള ഒരു വിവാഹം. മൂന്ന്, God loves marriage for the way it meets the needs of men, women and children. പുരുഷനും സ്ത്രീകളും അവരുടെ ആവശ്യങ്ങളും അതുപോലെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളും നിർവഹിക്കുന്ന വേറൊരു പ്രസ്ഥാനമില്ല as marriage. God loves marriage as a tool for conforming his people into the image of his son. യേശു കർത്താവിനെ പോലെ നമ്മെ ആക്കി തീർക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കുടുംബജീവിതം. എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം, പുരുഷൻ, അതായത് ഭാര്യ ഭർത്താവിനെ ശുദ്ധീകരിക്കുന്നു, ഭർത്താവ് ഭാര്യയെ ശുദ്ധീകരിക്കുന്നു. ഇതുപോലെ വേറൊന്ന് ഇല്ല. ദൈവവചനം ശുദ്ധീകരിക്കുന്ന പോലെ ദ വൈഫ് ഇസ് സാങ്ക്ടിഫൈങ് ദ ഹസ്ബൻഡ്, ദ ഹസ്ബൻഡ് ഇസ് സാങ്ക്ടിഫൈങ് ദ വൈഫ്. അതുകൊണ്ട് ദൈവം ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നു. അപ്പോൾ നമ്മൾ ചുരുക്കത്തിൽ നോക്കുമ്പോൾ സ്വർഗത്തിൻ്റെ ഒരു മുൻരുചി, എ ഫോർടേസ്റ്റ് ഓഫ് ഹെവൻ അറിയണമെങ്കിൽ ഒരു ക്രിസ്തീയ കുടുംബത്തിൻ്റെ ഭാഗമായി തീർന്നാൽ സ്വർഗത്തിൻ്റെ കവാടത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഗോഡ്ലി മാരേജ്. അതുപോലെ തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, വിശ്വസിക്കാത്ത ഒരു ലോകത്തോട് പറയുന്ന ഒരു പ്രവചന ശബ്ദമാണ് ക്രിസ്തീയ കുടുംബം. A godly family is a prophetic message to an unbelieving world. എന്തുകൊണ്ടാണ്? യേശുക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ പുരുഷൻ സ്ത്രീയെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നു. ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കുന്ന ഈ ഒരു വൺനെസ്, അതായത് ഇരുവരും ഒരു ദേഹിയായി മാറുന്ന, ഒരു ശരീരം, ഒരു ഫ്ലഷായി മാറുന്ന ദ മിസ്റ്ററി ഓഫ് മാരേജ്. ഇതൊരു മിസ്റ്ററിയാണ്. 1+1 = 1 എവിടെ കാണുന്നു? ഒരു സ്ഥലത്ത് മാത്രമേ കാണുന്നുള്ളൂ. അത് കണക്ക് പുസ്തകത്തിലല്ല, അത് കുടുംബജീവിതത്തിലാണ് കാണുന്നത്. രണ്ടുപേരും ഒരുമിക്കുന്നു, പക്ഷെങ്കിൽ ഒന്നായി തീരുന്ന. സോ ഗോഡ് ലവ്സ്
മാരേജ് ദൈവമാണ് അത് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തുമാത്രം ഹൈ റിഗാർഡാണ് ദൈവത്തിന് വിവാഹത്തെക്കുറിച്ച് ഉണ്ട്. ഈ ലോകത്തിൽ, അതായത് നമ്മളെയൊക്കെ സൃഷ്ടിക്കാൻ ദൈവം തിരഞ്ഞെടുത്തത് ഒരു പുരുഷനും ഒരു സ്ത്രീ ഒരു കുടുംബം. ദൈവം അങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത്. എപ്പോഴൊക്കെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? അതിനെക്കുറിച്ച് വേറൊരു പ്രസംഗം ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും പ്രസംഗിക്കാം. ബട്ട് എവറി ടൈം ഗോഡ് വാണ്ട്സ് ടു ടേൺ ദ ലൈറ്റ് ഓൺ ഇൻ എ ഡാർക്ക് വേൾഡ്. ഇരുട്ട് നിറഞ്ഞ ഈ ലോകത്തിൽ ലൈറ്റ് ഓൺ ചെയ്യാൻ ദൈവം തീരുമാനിക്കുമ്പോൾ പലപ്പോഴും ദൈവം എടുത്ത് ഉപയോഗിക്കുന്നത് ഒരു കുടുംബത്തെയാണ്. അപ്പോൾ ഗോഡ് ലവ്സ് മാരേജ്. എന്നാൽ ഇവിടെ എന്താണ് ദൈവജനം ചെയ്തിരിക്കുന്നത്? ദൈവജനം ഇതിനെ മ്ലേച്ഛമായി കണ്ടു. ഇസ്രായേലിൽ മ്ലേച്ഛത സംഭവിച്ചിരിക്കുന്നു. എങ്ങനെയാണ് മ്ലേച്ഛത സംഭവിച്ചിരിക്കുന്നത്? ഒന്നാമത് അവർ ചെയ്തത്, അവർ അന്യ സ്ത്രീകളെ അവർ വിവാഹം ചെയ്തു. അന്യജാതിയിൽപ്പെട്ട സ്ത്രീകളെ വിവാഹം ചെയ്തു. അപ്പോൾ ചോദ്യം ഇതാണ്, നമുക്കെന്നാ മറ്റ് ജാതിയിൽ നിന്ന് ആളുകളെ വിവാഹം ചെയ്തുകൂടെ? ചെയ്യാം. ഇറ്റ്സ് നോട്ട് എ മാറ്റർ ഓഫ് റേസ്, ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഫെയ്ത്ത്. അതായത് ഏത് ജാതി എന്നുള്ള വിഷയമല്ല, വിശ്വാസത്തിന്റെ വിഷയമാണ്. ഓക്കെ, അതുകൊണ്ട് ഒരു മലയാളിക്ക് ഒരു അമേരിക്കനെയോ ഒരു അമേരിക്കന് ഒരു തമിഴിനെയോ ഇതൊന്നും വിഷയമല്ല. അതല്ല ഇവിടുത്തെ വിഷയം. ഇറ്റ്സ് നോട്ട് എ മാറ്റർ ഓഫ് റേസ്, ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ഫെയ്ത്ത്. ഫെയ്ത്ത് ആണ്, വിശ്വാസത്തിന്റെ വിഷയമാണ്. ഇവിടെ നമ്മൾ കാണുമ്പോൾ വളരെ വ്യക്തമായി വേദപുസ്തകത്തിൽ ഇസ്രായേൽ മോവാബ്യ സ്ത്രീകളെ വിവാഹം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ ശാപം അവരുടെ മേൽ വന്നു. എന്തുകൊണ്ടാണ് ശാപം വന്നത്? കാരണം മോവാബ്യ സ്ത്രീകൾ ഈ പുരുഷന്മാരുടെ ഹൃദയത്തെ ദൈവത്തിൽ നിന്ന് അകറ്റി. ഇത് തന്നെയാണ് ശലോമോന് സംഭവിച്ചത്. ശലോമോനെ പോലെ അനുഗ്രഹം ലഭിച്ച വേറൊരു രാജാവ് ഇസ്രായേലിന്റെ ചരിത്രത്തിലല്ല, ലോക ചരിത്രത്തിലില്ല. അതായത് മെറ്റീരിയലിസ്റ്റിക് ബ്ലെസ്സിങ്സ്, ഈ ലോകത്തിന്റെ കണ്ണിൽ ഇതുപോലെ ധനം, വിവേകം, ജ്ഞാനം, സൗകര്യങ്ങൾ, ഇതുപോലെ ഇൻഫ്ലുവൻസ് ലഭിച്ച ഷേബ രാജ്ഞി വേറൊരു സ്ഥലത്തിൽ നിന്ന് ഈ രാജാവിൻ്റെ ഇത്രയും ഇൻഫ്ലുവൻസ്. ഈ മനുഷ്യന്റെ തോൽവിക്ക് ഒരൊറ്റ കാരണം, രണ്ട് കാരണങ്ങളില്ല, ഒറ്റ കാരണം. അനേക ഭാര്യമാരെ എടുത്തു, ഓൾമോസ്റ്റ് 1000. ഈ ഭാര്യമാര് ശലോമോന്റെ ഹൃദയത്തെ യഹോവയെങ്കിൽ നിന്ന് വലിച്ചു മാറ്റി. ഒന്ന് ഓർത്ത് നോക്കിയേ, തൻ്റെ സിംഹാസനത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ശലോമോൻ മുട്ടുകുത്തി ഒരുപക്ഷെ പ്രാർത്ഥിക്കുകയായിരിക്കും, കർത്താവേ, എനിക്ക് നിന്റെ ജനത്തെ നയിക്കാൻ ജ്ഞാനമുള്ളൊരു ഹൃദയം. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? ഒരു ആലയം കർത്താവിന് വേണ്ടി പണിയുന്നു. അത്ര ബുദ്ധിമാനും കഴിവുള്ള മനുഷ്യൻ ആലയത്തെ പണിയുന്നു. അതുകൊണ്ട് മാത്രമല്ല, പുസ്തകങ്ങൾ എഴുതുന്നു, ഉത്തമഗീതം എഴുതുന്നു, സദൃശ്യവാക്യങ്ങൾ എഴുതുന്നു. ഇത്രയും വിവേകമുള്ള മനുഷ്യൻ. എന്നിട്ട് അവസാനം ഈ ടെമ്പിൾ, ആലയത്തെ ഡെഡിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും മഹത്വവും ഇറങ്ങി വരുന്നു. ഇത്രയെല്ലാം അനുഭവം കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് ഹൃദയം യഹോവയെങ്കിൽ നിന്ന് അകന്നുപോയ അനുഭവം എങ്ങനെയാണ് സംഭവിച്ചത്? അന്യജാതി സ്ത്രീകളെ താൻ സ്വന്തമായി എടുത്തു. ആഹാബ് രാജാവ് ഇസബേലിനെ വിവാഹം ചെയ്തു. ആ ഇസബേലിനെ വിവാഹം ചെയ്തതുകൊണ്ട് തൻ്റെ കുടുംബത്തിന് മാത്രമല്ല ശാപം, ഇസ്രായേൽ ജനത്തിന് മുഴുവൻ ഒരു കെണിയായി മാറി. ശിംശോന്റെ ജീവിതം നമ്മൾ നോക്കിയിട്ടുണ്ടോ? ശിംശോന്റെ ജീവിതത്തിൽ നോക്കിയിട്ടുണ്ട്. ഇതുപോലെ ശിംശോനെ പോലെ ശക്തി, ഹി വാസ് എ ഹീ മാൻ അല്ലേ എന്ന് വേണം പറയാം. ഹി വാസ് എ ഹീ മാൻ വിത്ത് എ ഷീ പ്രോബ്ലം. ഇങ്ങനെ അത്ര ആരോഗ്യവും അത്രമാത്രം കഴിവുള്ള, ഇപ്പോൾ ഞങ്ങളുടെ ഫാമിലി പ്രയറിൽ ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ശിംശോന്റെ ജീവിതം. ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യൻ, പാലനത്തിനായി ദൈവം ഉപയോഗിച്ച മനുഷ്യൻ, കൃപകളും കൃപാവരങ്ങളും ദൈവം കൊടുത്ത മനുഷ്യൻ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരു മനുഷ്യൻ. ഈ മനുഷ്യൻ മരിക്കുന്നത് എത്രയോ കഷ്ടം. ദാഗോന്റെ ക്ഷേത്രത്തിൽ തൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ ഒരു പരിഹാസ വിഷയമായി അവസാനം അവരോടുകൂടെ മരിക്കുന്നു. യുവർ എൻറ്റയർ കോളിംഗ് ഇസ് അറ്റ് സ്റ്റേക്ക്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഇണയില്ല പിണ നിങ്ങൾ കൂടരുത്. ഡു നോട്ട് ബി. ഇതിനകത്ത് വേറൊരു ലാർജർ കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഇത് വിവാഹത്തിന്റെ കോണ്ടെക്സ്റ്റ് മാത്രമല്ല 2 കൊരിന്ത്യർ 6 പൗലൂസ് പറയുന്നത്. പക്ഷെങ്കിൽ വിവാഹവുമായിട്ടുള്ള ബന്ധത്തിൽ എന്തുകൊണ്ട് നാം ഇണയില്ല പിണ കൂടരുത്? വൈ ഷുഡ് വി നോട്ട് ബി അൺഈക്വലി യോക്ഡ്? അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾ വന്ന് ചോദിക്കുക, എന്തുകൊണ്ടാണ് എനിക്ക് ഇന്ന ഒരു ചെറുക്കനെ അല്ലെങ്കിൽ ഇന്നൊരു പെണ്ണിനെ വിവാഹം ചെയ്യാൻ സാധിക്കുന്നത്? നല്ലൊരു ചെറുക്കനല്ലയോ? ആണ്. നല്ല കുടുംബമല്ലയോ? നല്ല സ്വഭാവമില്ലയാണ്. പക്ഷെ യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ അല്ലാത്ത ഒരു മകനെയോ മകളെയോ വിവാഹം ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ചോദിക്കുമ്പോൾ ഇതാണ് അതിൻ്റെ കാരണങ്ങൾ. ഓക്കെ, ഒന്ന് നാം
അന്യജാതിയിലുള്ള ആളുകളുമായി നാം വിവാഹം കഴിച്ചാൽ, അതായത് അന്യജാതി എന്ന് പറയുമ്പോൾ നോട്ട് റേസ്, ഇറ്റ് ഇസ് അബൌട്ട് ഫെയ്ത്ത്. അതായത് കർത്താവിനെ സ്നേഹിക്കാത്ത ഒരു വ്യക്തിയെ നാം കെട്ടുമ്പോൾ നാം ഒന്നാമത് ചെയ്യുന്നത് അനുസരണക്കേട്. കാരണം എന്നാ, ദൈവവചനം വ്യക്തമായി, ഇതിനകത്ത് നെഗോഷിയേഷൻ ഒന്നുമില്ല, വ്യക്തമായി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, നാം അന്യ സ്ത്രീ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ അല്ലാത്ത ഒരു വ്യക്തിയെ വിവാഹം ചെയ്യുവാൻ ദൈവത്തിന്റെ വചനം നമുക്ക് അനുവാദം നൽകുന്നില്ല. ഓക്കെ, ഒന്ന്. രണ്ട്, intimacy is impossible without spiritual unity in Christ. Intimacy is impossible without spiritual unity in Christ. നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആഴമേറിയ അഭേദ്യ ഒരു ബന്ധം ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ, വിശ്വസിക്കുന്ന ഒരു ഭർത്താവും വിശ്വസിക്കാത്ത ഒരു ഭാര്യയും തമ്മിൽ ഒരിക്കലും സാധിക്കത്തില്ല. രണ്ടും ക്രിസ്ത്യാനികളാണ്, ശരിയാ. പക്ഷെങ്കിൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വീണ്ടും ജനിച്ച ദൈവമക്കളല്ലെങ്കിൽ ഞാൻ ഇപ്പോഴേ പറയുകയാണ്, ഒരിക്കലും ഇൻറ്റിമസി പോസിബിൾ അല്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ, നടക്കുന്ന കാര്യമല്ല. കാരണം ഒരു ശരീരമാണ്, പക്ഷേ ആത്മാവ് രണ്ടാണ്. അവിടാണ് ഈ സംഭവിക്കുന്നത്. ഞാൻ ഈയിടെ ഒരു പ്രായമുള്ള ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ആ ആൻറ്റി കർത്താവിങ്കിലേക്ക് വന്നു. അനേക വർഷമായി കർത്താവിനോട് ചേർന്ന് നടക്കുകയാണ്. വിഷയങ്ങളും പ്രശ്നങ്ങളും ഒന്നും കുടുംബത്തിലില്ല. എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, വി ആർ വൺ ഫ്ലെഷ് ബട്ട് വി ആർ ടു സ്പിരിറ്റ്സ്. വി ആർ വൺ ഫ്ലെഷ് ബട്ട് ടു സ്പിരിറ്റ്സ്. എനിക്കത് മനസ്സിലായി. കറക്റ്റ് കാര്യമാണ് പറഞ്ഞത്. അടിയും വഴക്കും പ്രശ്നങ്ങളും ഒന്നുമില്ല, വളരെ കാര്യമായിട്ട് തന്നെ ആ കുടുംബം മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെങ്കിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇൻറ്റിമസി ഈസ് ഇംപോസിബിൾ വിത്തൗട്ട് സ്പിരിച്വൽ. അതുകൊണ്ട് ഒരു വിശ്വാസി ഒരു അവിശ്വാസിയെ വിവാഹം ചെയ്യുമ്പോൾ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. ഒരു പക്ഷെങ്കിൽ ഞാൻ വിശ്വാസി എന്ന് ക്ലെയിം ചെയ്യുന്ന ഞാൻ ഒരു പക്ഷേ വിശ്വാസത്തിലാകാൻ സാധ്യതയില്ല. ഞാൻ എന്നെ തന്നെ കളിപ്പിക്കുന്ന ഒരു മനോഭാവമായിരിക്കാം. മനസ്സിലായോ? സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ആണോ, വേറെ ഹിന്ദു ബാക്ക്ഗ്രൗണ്ട്, ഇതൊന്നും അല്ല. ബാക്ക്ഗ്രൗണ്ട് അല്ല ഞാൻ പറയുന്നത്. ആർ യു ഇൻ ദ ലോർഡ്? കർത്താവിലാണോ? കർത്താവിലാണെങ്കിൽ മാത്രമേ ഒരുമിച്ച് നമുക്ക് കൂടാൻ സാധിക്കത്തുള്ളൂ. ബാക്ക്ഗ്രൗണ്ട് അല്ല ഇവിടുത്തെ വിഷയം. ഓക്കെ. 2. 3, ഈ ഇണയില്ല പിണ കൂടരുത്. ഡു നോട്ട് ബി അൺഈക്വലി യോക്ഡ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ? പഴയ നിയമത്തിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കാളയും കഴുതയും കൂടെ ഒരുമിച്ചിട്ട് നിങ്ങൾ പൂട്ടരുത്, അല്ലേ? When you're plowing the land, don't yoke the oxen and the donkey together. എന്താണ് ഈ കാളയും കഴുതയും കൂടെ ഒരുമിച്ച് പൂട്ടിയാൽ എന്നാ പ്രശ്നം എന്നാ? ഏത് കോമൺ സെൻസ് ഉള്ള ഒരു മനുഷ്യനും പറയുന്ന ഒരു കാര്യമുണ്ട്. കാളയുടെ ഹൈറ്റ് വ്യത്യാസമാണ്, കഴുതയുടെ ഹൈറ്റ് വ്യത്യാസമാണ്. കാളയുടെ സ്പീഡ് വ്യത്യാസമാണ്, കഴുതയുടെ സ്പീഡ് വ്യത്യാസമാണ്. കാളയുടെ സ്ട്രെങ്ത് വ്യത്യാസമാണ്, കഴുതയുടെ സ്ട്രെങ്ത് വ്യത്യാസമാണ്. ഈ രണ്ടുപേരെയും കൂടെ ഞാൻ ഒരു പൂട്ടിലിട്ട് ഞാൻ പൂട്ടാൻ തുടങ്ങിയാൽ എൻ്റെ യാതൊരു കാരണവശാലും ഈ പരിപാടി മുന്നോട്ട് പോകത്തില്ല. കാരണം രണ്ട് സ്പീഡ്, രണ്ട് തട്ട് എന്ന് പറഞ്ഞതുപോലെ, പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഞാൻ ഒരു പടിയും കൂടെ മുന്നോട്ട് ഞാൻ പറയും. എന്നോട് യൂത്ത്സ് ഒക്കെ വന്ന് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ഒരു പടിയും കൂടെ പോകും. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ മാത്രമല്ല ക്രൈറ്റീരിയ, ഒരു പടിയും കൂടെ എൻ്റെ ആത്മീയ നിലവാരവുമായി ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരാളെ വിവാഹം ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? ദൈവം ആഗ്രഹിക്കുന്ന സ്പീഡിലും ദൈവം ആഗ്രഹിക്കുന്ന ദിശയിലും ഒരുമിച്ച് നമുക്ക് പോകാൻ ദൈവം നമ്മൾക്ക് സാവകാശം തരും. എന്ന് പറഞ്ഞാൽ എല്ലാം ഇങ്ങനെ കട്ടയ്ക്ക് നിൽക്കണമെന്നല്ല പറഞ്ഞ്. അത് നമ്മൾ വിവാഹ ജീവിതത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശുദ്ധീകരിച്ച് കർത്താവ് നമ്മളെ ഒരു ലെവലിലേക്ക് കൊണ്ടുവരും. ഇതൊന്നും അല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. പക്ഷെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാട്, ദൈവരാജ്യത്തെക്കുറിച്ച് യാതൊരു കാഴ്ചപ്പാടും ഇല്ല, പക്ഷേ ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്താൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ അങ്ങോട്ട് തീരുമാനിക്കുമ്പോഴത്തേക്ക് ഭയങ്കര തടസ്സമായിരിക്കും. കാരണം എന്നാ? രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ്, പക്ഷെ കാഴ്ചപ്പാടില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? See, if you have to fulfill the purposes of God for your life, ensure that you have a person who's chasing after the heart of God just as you are. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ എല്ലാവരും രക്ഷിക്കപ്പെട്ട് ടിക്ക് മാർക്ക് ഇട്ടിട്ട് എങ്ങനെയെങ്കിലും കെട്ടുക എന്നുള്ളതല്ല. മാതാപിതാക്കൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അതെപ്പോഴും മനസ്സിലാക്കുക. ആത്മീയമായ കാഴ്ചപ്പാടിൻ്റെ നിലവാരം ഷുഡ് ബി ഓൾസോ ദ സെയിം. ദർ ഇസ് എ ഹൈ പോസിബിലിറ്റി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ ഫാദർ സാറായെ കാണാൻ പോയപ്പോഴേ ഒരു ചോദ്യമേ ചോദിച്ചുള്ളൂ, ഇവൻ എന്തെങ്കിലും കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങുവാണെങ്കിൽ കൂടെ പോവും? ചോദിച്ചൊരു ചോദ്യമാണ്. അന്ന് കർത്താവിൻ്റെ വേലയുമായിട്ടോ വേലയ്ക്ക് ഇറങ്ങാനോ യാതൊരു ഉദ്ദേശവും എനിക്കില്ല കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറയാം. പക്ഷെങ്കിൽ അന്ന് ചോദിച്ചൊരു ചോദ്യമാണ്, കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങുവാണെങ്കിൽ പോകാൻ? അന്ന് പറഞ്ഞു സന്തോഷത്തോടെ പോകുന്നു.
ഒറ്റ അടിക്ക് ഒരു ഉത്തരം. അപ്പോൾ അതിൻ്റെ കാരണം എന്നാ? അതിൻ്റെ കാരണം, അപ്പോൾ ദൈവം നമ്മളെ വിളിക്കുമ്പോൾ, ദൈവം നമ്മളെക്കുറിച്ച് ചില കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോൾ, പുറകിലേക്ക് ഇയ്യോബിന്റെ ഭാര്യയെ പോലെ നീ ദൈവത്തെ ത്യജിച്ച് മരിച്ചു കളയുക എന്നുള്ള വാക്കുകൾ മനസ്സിലായി. പിന്നെ യു ഹാവ് ടു ഫൈറ്റ് എ ഡിഫറെൻറ്റ് ബാറ്റിൽ ഓൾ ടുഗെദർ. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇണയില്ല പിണ കൂടരുത് എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നത്. 4, there is a high possibility that the unbeliever will lead you away from Christ. ശലോമോന്റെ കാര്യം പറഞ്ഞതുപോലെ, ആഹാബിന്റെ കാര്യം പറഞ്ഞതുപോലെ, ശിംശോന്റെ കാര്യം പറഞ്ഞതുപോലെ, എപ്പോഴും സാധ്യത കൂടുതൽ എന്താണ്? അവിശ്വാസിയായിട്ടുള്ള ആള് നമ്മളെ ദൈവത്തിങ്കിൽ നിന്ന് മാറ്റിക്കളയാനാണ് പ്രവണത. പിന്നെ അസാധാരണമായി കൊരിന്ത്യ ലേഖനത്തിൽ തന്നെ പൗലോസ് എഴുതുന്നവരുണ്ട്, വളരെ റെയർലി എന്താ സംഭവിക്കുന്നത്? തിരിച്ച് സംഭവിക്കാറുണ്ട്, വളരെ റെയർലി. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഈ ചെയറിൻ്റെ മണ്ടയ്ക്ക് നിന്ന് താഴെയുള്ള ഒരാളിനെ എൻ്റെ ലെവലിലേക്ക് പൊക്കുന്നത് ഭയങ്കര പ്രയാസമാണ്. പക്ഷെ താഴെ നിന്ന് ഞാൻ ഈ ചെയറിലുള്ളവനെ താഴേക്ക് വലിക്കാൻ എന്ത് എളുപ്പമാണെന്നറിയോ? സോ അതെപ്പോഴും ഓർത്തുകൊള്ളണം. ദർ ആർ റെയർ കേസസ്, ദർ ആർ ഓൾവേസ് എക്സെപ്ഷൻസ്. ദൈവരാജ്യത്തിന് എപ്പോഴും എക്സെപ്ഷൻസ് ഉണ്ട്. പക്ഷെങ്കിൽ ഇത് പ്രിൻസിപ്പിളാണ്. ഈ പ്രമാണം എപ്പോഴും മനസ്സിൽ വെക്കുക. 5, ഞാൻ ശിംശോന്റെ കാര്യം പറഞ്ഞതുപോലെ, ദൈവം ആഗ്രഹിക്കുന്ന മിഷനിൽ നിന്ന് മാറിപ്പോകാനുള്ള സാധ്യത വളരെ വളരെ ഹൈ ആണ്. ഞങ്ങൾ നല്ല വിശ്വാസികളാണ്, ഞങ്ങൾ ഇപ്പോഴും കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ ദൈവം ആഗ്രഹിച്ച ദിശയിൽ ചെന്ന് എത്തുന്നില്ല. മറിച്ച് മറ്റ് ചില കാര്യങ്ങളുടെ പുറകിൽ ഫോക്കസ്ഡായി പോകാനുണ്ട്. ഞാൻ ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ്, അതായത് ജസ്റ്റ് കപ്പിൾ ഓഫ് മന്ത്സ് ബാക്ക്, ഞാൻ ഇവിടെ ഞങ്ങളുടെ സഹോദരന്മാരോട് പറഞ്ഞു, ഇനി നമ്മുടെ കർത്താവിൻ്റെ വേലയ്ക്ക് വരാൻ ആഗ്രഹിക്കുന്ന സഹോദരന്മാർ, പുരുഷന്മാർ വന്ന് ഐ വോണ്ട് ടു ജോയിൻ വിത്ത് ദ മിനിസ്ട്രി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ആദ്യം ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്ന ഭാര്യമാരെയാണ്. കാരണം എന്നാണെന്നറിയോ? ഈ ഭാര്യമാരുടെ ടെൻഡൻസി അനുസരിച്ചിരിക്കും ഈ ഭർത്താവിൻ്റെ പ്രൊഡക്ടിവിറ്റി. അത് ഐ ഹാവ് ടു ലേൺ ഇറ്റ് ദ ഹാർഡ് വേ. ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഭാര്യ എല്ലാത്തിനും ഈ ബ്ലോക്കും ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ, ഭർത്താവ് അത് ഭാര്യ പറയുന്നെന്ന് പറയത്തില്ല, പക്ഷെങ്കിൽ ഓരോന്നിനും വിളിക്കുമ്പോൾ അതെ ഇന്ന് പറ്റുന്നില്ല, നമുക്ക് മറ്റേ അത് പറ്റത്തില്ല, അങ്ങോട്ട് പോകാൻ പറയും ഇത് ഒക്കുന്നില്ല, അത് പറ്റുന്നില്ല, എല്ലാത്തിനും ഒരു 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 എന്താ പറയേണ്ടത്, ഒരു ബ്ലോക്കാണ്. അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് എനിക്ക് മനസ്സിലായത്, പല പാറ്റേൺസ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ പുറയിൽ നിന്ന് ഇത് കൺട്രോൾ ചെയ്യുന്നത് ഈ ഭാര്യമാരാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഭർത്താവിന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഭർത്താവിന് താല്പര്യമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അവിടെ കിടക്കുന്നു. അതുകൊണ്ട് തന്നെ പലരും കർത്താവ് അവരോട് ഇങ്ങോട്ട് പോകാൻ പറഞ്ഞു, പക്ഷെ ഭാര്യയ്ക്ക് എങ്ങോട്ട് പോകണം. അപ്പോൾ എന്ത് ചെയ്യും? അവസാനം ദൈവത്തിൻ്റെ പോളിസിയിൽ നിന്ന് മാറി എവിടെയെങ്കിലും ഒരു കോംപ്രമൈസ് നടത്തി ഭാര്യ പറയുന്നത്. അപ്പോൾ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറിച്ച് ഭർത്താക്കന്മാരും കേട്ടോ, ഞാൻ എപ്പോഴും ഭാര്യ എന്ന് പറയുന്നത് ഞാനൊരു പുരുഷനായതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ മറിച്ച് ചിന്തിക്കരുത്. ഫോർ ദ വിമൻ ഇറ്റ് വിൽ ബി ദ മെൻ. അതുകൊണ്ട് ദാറ്റ് ഈസ് വൈ വി ഷുഡ് നോട്ട് ബി അൺഈക്വലി യോക്ഡ്. അതാണ് അതിൻ്റെ കാരണം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെ എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ അനുജന്മാർ, അനുജത്തിമാർ, നിങ്ങൾ ഒരു സ്പൗസിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നോക്കുമ്പോൾ എപ്പോഴും നോക്കേണ്ടി, ലുക്ക് ഫോർ എ പേഴ്സൺ ഹു ചേസസ് ആഫ്റ്റർ ഗോഡ്സ് ഹാർട്ട്. ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ പിന്നാലെ പോകുന്ന, ബാക്കിയെല്ലാം ഓക്കെ ആയിക്കോളും. ജെനുവിൻലി അല്ല ആരാധനയ്ക്ക് അവർ കൈ പൊക്കി ആരാധിക്കുന്നു, അതൊന്നും അല്ല വിഷയം കേട്ടോ. അങ്ങനെ ചിലർ കളിപ്പിക്കപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ ആകരുത്. ഈ പ്രകടനങ്ങളെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് എക്സിബിറ്ററി റിലിജൻ ആൻഡ് ഓൾ ദാറ്റ്. ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ഹൃദയത്തെ പിന്തുടരുന്ന ആളുകളുടെ പിറകിൽ പോകുക. ദെൻ ഇറ്റ് വിൽ ബി ഓൾ ഗുഡ്. ഓക്കെ. പിന്നെ 6ാമത്തെ വിഷയം എന്നാ? യു വിൽ ഹാവ് ചിൽഡ്രൻ ഹു ആർ കൺഫ്യൂസ്ഡ്. ഒരാൾക്ക് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, മറ്റേ ആൾക്ക് പ്രാർത്ഥന എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഒരാൾക്ക് വൈകുന്നേരം ബൈബിൾ ഒരു അരമണിക്കൂർ നിന്ന് വായിക്കണം, കുഞ്ഞുങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കണം. മറ്റേ ആൾ പറയുന്നത് എന്തിനാ ഈ സമയം കളയുന്നത്, നമുക്ക് വേറെ എന്തിനെങ്കിലും പോയിക്കൂടെ, നമുക്ക് വൈകിട്ട് അങ്ങോട്ട് പോയിക്കൂടെ, നമുക്ക് സിനിമ കണ്ടാ എന്നാ പ്രശ്നം, എന്തിനാ ഇപ്പം അതിൻ്റെ പുറകെ പോകുന്നു. ഞായറാഴ്ച രാവിലെ ആകുമ്പോഴത്തേക്ക് പിള്ളേരെ എങ്ങനെയെങ്കിലും കിഡ്സ് ക്ലബ്ബിലോ സൺഡേ സ്കൂളിലോ കൊണ്ടുപോകണമെന്ന് ഭയങ്കര താല്പര്യം ഒരാൾക്ക്. മറ്റേ ആൾ പറയുന്ന എന്തിനാ നമുക്കിപ്പോൾ ഔട്ടിങ്ങിന് എന്നാ പോയാലെന്നാ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കുഞ്ഞുങ്ങൾ കൺഫ്യൂസ്ഡ് ആകും. പഴയ നിയമത്തിലൊരു കാര്യമുണ്ട്, മിശ്ര വിവാഹം നടന്നപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, രേഖപ്പെടുത്തിയിട്ടുണ്ട്, ദ ലാംഗ്വേജ് ഓഫ് ദ ചിൽഡ്രൻ വർ മിക്സ്ഡ്. അവരുടെ ഭാഷ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. കാരണം എന്താണ്? ഇങ്ങനൊരു കൺഫ്യൂഷൻ.
ആ ഡൈക്കോട്ടമി മാറുവാൻ വേണ്ടി ഇണയില്ല പിണ കൂടരുത് എന്നുള്ളതാണ്. സോ ദീസ് ആർ ഗൈഡ് ലൈൻസ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഇത് മലിനമാക്കിയത്, ബൈ മാരിയിങ് ഫോറിൻ വിമൻ. രണ്ടാമത്തെ കാര്യം, രണ്ടാമത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു, അതാണ് യഹോവ പറയുന്നത്. രണ്ടാമത് എന്താണ് ചെയ്യുന്നത്? ആദ്യം നിങ്ങൾ ഇങ്ങനെ അന്യദേവങ്ങളുടെ പുത്രിമാരെ നിങ്ങൾ വിവാഹം ചെയ്യുന്നു. രണ്ടാമത് എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു, യഹോവ ഇനി വഴിപാട് കടാക്ഷിക്കുകയോ നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രസാദമുള്ളത് കൈക്കൊള്ളുകയോ ചെയ്യാതെ വണ്ണം നിങ്ങൾ അവൻ്റെ യാഗപീഠത്തെ കണ്ണീര് കൊണ്ടും കരച്ചിൽ കൊണ്ടും ഞരക്കം കൊണ്ടും മൂടിക്കളഞ്ഞു. എന്നാൽ നിങ്ങൾ അത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു. യഹോവ നിനക്കും നീ അവിശ്വസ്തത കാണിച്ചിരിക്കുന്ന നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്കും മധ്യ സാക്ഷിയായിരിക്കുന്നത് കൊണ്ട് തന്നെ. അവൾ നിന്റെ കൂട്ടാളിയും നിന്റെ ധർമ്മപത്നിയുമല്ലോ. ലേശം പോലും സുബോധം ശേഷിച്ചിരുന്ന ഒരുത്തൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാൽ ആ ഒരുത്തൻ എന്ത് ചെയ്തു? ദൈവം വാഗ്ദാനം ചെയ്ത സന്തതിയെ അവൻ അന്വേഷിച്ചു. നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊള്ളുവീൻ, വളരെ ക്ലിയർ ആയിട്ട് പറയാം, നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊള്ളുവീൻ, തൻ്റെ യൗവനത്തിലെ ഭാര്യയോട് ആരും അവിശ്വസ്തത കാണിക്കരുത്. കാരണം എന്നാ? ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു എന്ന് ഇസ്രയേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. പ്രിയമുള്ളവർ, എത്ര ശക്തമായിട്ടാണ് ദൈവം പറയുന്നത് അറിയും. ഞാൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞ് പറയുന്നത് എന്താണ്? ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു. അത് ചെയ്യുന്നവൻ തൻ്റെ വസ്ത്രം സാഹസം കൊണ്ട് മൂടുന്നു എന്നും സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ആകയാൽ നിങ്ങൾ അവിശ്വസ്തത കാണിക്കാതിരിക്കേണ്ടതിന് നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ച് കൊള്ളുവിൻ. വെരി വെരി സ്ട്രോങ് വേർഡ്സ്. എന്താണ് പറയുന്നത് യഹോവ? യഹോവ ഇപ്രകാരം പറയുന്നു, ഐ ഹേറ്റ് ഡിവോഴ്സ്. ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയം, സി യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് കമ്മിങ് ഫ്രം ദ ഹാർട്ട് ഓഫ് എ ഫാദർ. ഒരു അപ്പൻ്റെ വാക്കുകളാണ്. ഒരിക്കലും അത് കോണ്ടംനേഷൻ്റെ വാക്കുകളായിട്ട് എടുക്കരുത്. മനസ്സിലായോ? അതുകൊണ്ട് ഒരു പക്ഷെങ്കിൽ ഒരു ഡിവോഴ്സ്, പെയിൻഫുൾ ഡിവോഴ്സിൽ കൂടെ കടന്നുപോയ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ അനേക സ്നേഹിതർ, കുടുംബക്കാരൊക്കെ അതിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. ഡോണ്ട് ലുക്ക് അറ്റ് ദിസ് ആസ് വേർഡ്സ് ഓഫ് കോണ്ടംനേഷൻ. ഒരു അപ്പൻ്റെ വാക്കുകൾ അതിൽ നിന്ന് എടുക്കണം. ഞാൻ അതിന് ഉദാഹരണം പിന്നെ തരാം. ആൻഡ് യു ഹാവ് ടു പേ ലോട്ട് ഓഫ് കെയർ ടു ദിസ്. വൈ ഡസ് ഗോഡ് ഹേറ്റ് ഡിവോഴ്സ്? എന്തുകൊണ്ടാണ് ദൈവം ഉപേക്ഷണം വെറുക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യർ ആ വാക്യം എടുത്തിട്ട് ഡിവോഴ്സിലൂടെ കടന്നുപോയവരെ വേദനിപ്പിക്കാനുള്ള വാക്കല്ലത്, അതിനുള്ള വാക്കല്ലത്. പക്ഷെ എന്തുകൊണ്ടാണ് ദൈവം ഉപേക്ഷണം വെറുക്കുന്നു എന്നുള്ളത് ആദ്യം 2-3 കാര്യങ്ങൾ നിങ്ങളോട് പറയട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ, ബിക്കോസ് ഇറ്റ് ഡിസ്ട്രോയ്സ് വാട്ട് ഹി ലവ്സ്. അവൻ സ്നേഹിക്കുന്ന പ്രസ്ഥാനത്തെ, ആലയത്തെ, മന്ദിരത്തെ ഇത് തകർത്ത് കളയുന്ന പരിപാടിയാണ് ഉപേക്ഷണം. അതുകൊണ്ട് ദൈവം ഉപേക്ഷണത്തെ വെറുക്കുന്നു, യാതൊരു സംശയം വേണ്ട. 2, ഇറ്റ് കോസസ് എ ലോട്ട് ഓഫ് പെയിൻ. ഇതുപോലെ വേദന ഉണ്ടാക്കുന്ന വേറൊരു കാര്യം, മരണം പോലെ തന്നെ വേദന ഉളവാക്കുന്ന ഒരു കാര്യമാണ് ഡിവോഴ്സ്, ഉപേക്ഷണം. എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? എന്നാണെന്നറിയാമോ? കർത്താവ് പറയാ, യാഗപീഠം കണ്ണീര് കൊണ്ടും കരച്ചിലും ഞരക്കവും കൊണ്ടും മൂടിക്കളഞ്ഞു. ആരാ കരയുന്നത്? ഉപേക്ഷിച്ചിട്ട് പോയ ഭാര്യമാർ അവരുടെ വേദന കൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വന്ന് കരയുകയാണ്. കർത്താവേ, ഞാൻ കടന്നുപോയ വേദന. അപ്പോൾ എന്തുമാത്രം വേദനയാണ് ഈ ഭാര്യമാരും, അല്ലെങ്കിൽ തിരിച്ച് വൈസി വേഴ്സ, ഇതിപ്പോൾ ഭാര്യമാരുടെ കാര്യം പറയുന്നു എന്നുള്ളൂ, അവരുടെ ജീവിതത്തിൽ എന്തുമാത്രം വേദന അത് ഉളവാക്കി. കാരണം എന്നാ? ഉപേക്ഷിക്കപ്പെട്ട ഈ ഭാര്യമാരെ അവർ തള്ളിക്കളഞ്ഞു, അവരെ നോക്കാതിരുന്നു, അവരെ അവഗണിച്ചു, അവർ മറ്റ് സ്ത്രീകളുടെ പിറകിൽ പോയി. ആ വേദനയുടെ ഞരക്കം യഹോവ കേൾക്കുന്നു. അത് മാത്രമല്ല, കുഞ്ഞുങ്ങൾ അതിൻ്റെ പരിണത ഫലം അനുഭവിക്കുന്നു. പലപ്പോഴും അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട്, വേദന, ഒരു അപ്പനില്ലാത്ത വിഷമം, ഒരു അമ്മയില്ലാത്ത വിഷമം, അമ്മയുടെ സ്നേഹം, അപ്പൻ്റെ കരുതൽ, നേതൃത്വം, ഇതില്ലാതെ കഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾ. അപ്പോൾ ഹൗ മച്ച് ഓഫ് പെയിൻ ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ്. ഈ സെപ്പറേറ്റഡ് ഫാമിലീസിൽ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ നിങ്ങളുടെ ആഗ്രഹം എന്നാന്ന് ചോദിക്കുമ്പോൾ ഒറ്റ ആഗ്രഹം അവർ പറയത്തുള്ളൂ. എന്താ പറയുന്നത്? അപ്പനും അമ്മയും കൂടെ ഒരുമിച്ച് ഞങ്ങൾ ഒരു തണലിലൊന്ന് നിൽക്കുന്ന ആ ദിവസത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുക. വൈ? ബിക്കോസ് ഓഫ് ദ പെയിൻ ഇറ്റ് ക്രിയേറ്റ്സ്. ദാറ്റ് ഇസ് വൈ ഗോഡ് ഹേറ്റ്സ്. ഒരു ക്യാൻസറിനെ ഞാൻ വെറുക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ദൈവം ഇതിനെ വെറുക്കുന്നത്. എന്തുകൊണ്ടാ? ബിക്കോസ് ഹി നോസ് ദ പെയിൻ ഇറ്റ് വിൽ കോസ് യു. He knows the pain it will cause the children. അതുകൊണ്ടാണ് ഉപേക്ഷണം വെറുക്കുന്നു എന്ന് പറയുന്നത്. 3 എന്താ പറയുന്നതെന്ന് അറിയാമോ? ഇറ്റ് കവേഴ്സ് വൺസ് ഗാർമെന്റ് വിത്ത് വയലൻസ്. ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അത് ചെയ്യുന്നവൻ തൻ്റെ വസ്ത്രം സാഹസം കൊണ്ട് മൂടുന്നു. സാഹസം എന്ന് പറയുന്നത് വയലൻസ് ആണ്. അതിൻ്റെ കറജ് എന്നുള്ളതല്ല എൻ്റെ ട്രാൻസ്ലേഷൻ, വയലൻസ്. ഈ യഹൂദ വിവാഹത്തിൻ്റെ ശുശ്രൂഷയുടെ ഭാഗമായി ഈ ഭർത്താവ് എന്ത് ചെയ്യുമെന്നറിയാമോ? തൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം എടുത്ത് ഭാര്യയെ മൂടും. എന്ന് പറഞ്ഞാൽ ഞാൻ എന്നും നിനക്കൊരു പ്രൊട്ടക്ഷൻ ആയിരിക്കും എന്നുള്ളതാണ്
ഭർത്താവ് ഭാര്യയോട് പറയുന്നത്, ഞാൻ നിന്നെ മൂടുകയാണ്. കാരണം യാതൊരു കാരണവശാലും എൻ്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ നിന്നെ ഒരു സാധനം തൊടുവാൻ ഞാൻ അനുവദിക്കത്തില്ല എന്നുള്ളതിൻ്റെ അടയാളമാണ് എന്താണ്? ഈ വസ്ത്രം കൊണ്ട് മൂടുന്ന എ സൈൻ ഓഫ് പ്രൊട്ടക്ഷൻ. ഇപ്പൊ എന്താ പറയുന്നത് അറിയോ കർത്താവ്? നിങ്ങളുടെ ഈ ഒരു പ്രവണത, അതായത് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് നിങ്ങളുടെ വസ്ത്രം കൊണ്ട് മൂടുകയല്ല, നിങ്ങളുടെ വസ്ത്രം ഹാസ് ബിക്കം എ ഗാർമെന്റ് ഓഫ് വയലൻസ്. അതുകൊണ്ടാണ് ഭർത്താക്കന്മാർ ഭാര്യമാരെ തല്ലുകയോ അവരെ ദേഹോപദ്രവം ചെയ്യുവാൻ ഒരു കാരണവശാലും there is absolutely no permission to touch or harm your wife. ഭർത്താക്കന്മാർ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പറയണം, ഇല്ല ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ ആ ദേഷ്യം ഇല്ല. അവളെ അങ്ങനെ തൊടുവാൻ, ഭാര്യമാരെ അങ്ങനെ തൊടുവാൻ ദൈവം അനുവദിക്കത്തില്ല. എന്ത് കാരണമായിക്കോട്ടെ, ലെറ്റ് ഇറ്റ് ബി എനി റീസൺ, ദർ ഇസ് നോ റീസൺ. വി ആർ ടു ബി പ്രൊട്ടക്ടേഴ്സ്. നമ്മൾ അവരെ കാത്തു സൂക്ഷിക്കേണ്ടവരാണ്. അവരെ തൊടുവാനോ മർദ്ദിക്കുവാനോ യാതൊരു കാരണവശാലും ഇമോഷണലി ഫിസിക്കലി വി ഹാവ് നോ പെർമിഷൻ ടു ടോർച്ചർ ദം അറ്റ് എനി ലെവൽ. അത് കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോണം. പിന്നെ പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ നിങ്ങളുടെ ഭാര്യമാരുമായിട്ട് നിങ്ങൾ വഴക്കുണ്ടാക്കിയാൽ ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കത്തില്ല എന്ന് പറയുന്നതിൻ്റെ ഭാഗമാണ് മലാക്കി. അതുകൊണ്ട് ഒരുപക്ഷെ അയ്യോ കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞ് നിങ്ങൾ കൂടുതൽ റിസർച്ച് ഒന്നും ചെയ്യേണ്ട, ഭാര്യയോട് അടിയുണ്ടാക്കിയിട്ടിരിക്കുകയാണോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അതങ്ങ് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കിയുള്ളതെല്ലാം സോൾവ് ആയിക്കോളും. സോ ദാറ്റ് ഇസ് വൈ ഗോഡ് ഹേറ്റ്സ് ഡിവോഴ്സ്. ഇനി ഞാൻ അതിനോട് ചേർന്ന് ചില കാര്യങ്ങൾ പറയട്ടെ. ലെറ്റ് മീ റീഡ് ദിസ് പാരഗ്രാഫ്. There is no doubt that God allows divorce in particular circumstances. ദൈവം ഉപേക്ഷണം വെറുക്കുന്നു എന്ന് പറഞ്ഞാലും ഉപേക്ഷണം അനുവദിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അത് നിങ്ങളോട് ഞാൻ പങ്കുവെക്കാം. ഓക്കെ, പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ബാക്കിയും കൂടെ ശ്രദ്ധിച്ചോണം. Though divorce is never commanded, ഉപേക്ഷണം ഒരിക്കലും ദൈവം ഓക്കെ നിങ്ങൾ ഇങ്ങനെ ചെയ്തോ എന്ന് പറയുന്നില്ല. ദൈവം അനുവദിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിന്റെ കാഠിന്യം കാരണമാണെന്നുള്ളത് യേശുക്രിസ്തു പരീശന്മാരോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. നിങ്ങൾക്ക് അതറിയാമെന്ന് വിശ്വസിക്കുന്നു. ഗോഡ്സ് ഹാർട്ട് ഇസ് ഓൾവേസ് ഫോർ റിപ്പൻറ്റൻസ്, ഫോർ ഫൊർഗിവ്നെസ് ആൻഡ് റെക്കൺസിലിയേഷൻ ഇൻ മാരേജ്. എത്ര മോശപ്പെട്ട കുടുംബജീവിതമാണെങ്കിലും കർത്താവിന് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു വിഷയമില്ല. It doesn't matter how bad things have been, there is nothing that the Lord Jesus cannot repair. We have sinned against God far worse than any spouse could sin against us. അത് ആദ്യം മനസ്സിലാക്കുക. എന്നാലും അവൾ എന്നോട് ഇത് ചെയ്തു, അവൻ എന്നോട് ഇത് ചെയ്തു, ഇതല്ലെങ്കിൽ ഞാൻ പൊറുക്കുമായിരുന്നു, ഇതെനിക്ക് പൊറുക്കാൻ പറ്റത്തില്ല. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ദൈവത്തോട് ചെയ്ത പാപത്തിന്റെ അളവിൽ ഒരു മനുഷ്യരും നമ്മുടെ ഭാര്യയോ ഭർത്താവോ നമ്മളോട് ചെയ്തിട്ടില്ല. പരിശുദ്ധനായ ദൈവത്തോട് നമ്മൾ ചെയ്തതുപോലെ ഒരു മനുഷ്യരും നമ്മളോട് ആൻഡ് ഗോഡ് ഹാസ് നെവർ ഡിവോഴ്സ്ഡ് us. അവൻ്റെ ഒരു മകൻ അല്ലെങ്കിൽ മകളാണെങ്കിൽ അവൻ പറഞ്ഞു എന്നാൽ ഞാൻ ഇട്ടേച്ചു പോവാന്ന്. ഇല്ല, ഞാനോ ലോക അവസാനത്തോളം നിങ്ങളോട് ഇരിക്കാന്നല്ലേ പറഞ്ഞത്. ഒരിക്കലും നിന്നെ ഞാൻ തള്ളിക്കളയത്തിൽ ഉപേക്ഷിക്കത്തില്ലെന്ന് കർത്താവല്ലേ പറഞ്ഞത്. ദോ ഹി ഹാസ് എവറി റൈറ്റ് ടു. എക്സ്പ്ലനേഷൻ കൊടുക്കാനാണെങ്കിലേ നമ്മൾ പറയത്തില്ല എനിക്ക് റെക്കോർഡിംഗ് ഉണ്ട്, എനിക്ക് പ്രൂഫുണ്ട്. കർത്താവിന്റെ പ്രൂഫ് സകലവും നഗ്നമായിട്ട് അവന്റെ മുമ്പിൽ നിൽക്കും. അവൻ എന്നേ നമ്മളെ ഇട്ടേച്ച് പോണ്ടിയ. നമ്മളെ ഉപേക്ഷിക്കേണ്ട കാലം എന്നേ കഴിഞ്ഞു, ഇല്ലയോ? എന്നെ ഉപേക്ഷിക്കേണ്ട കാലം പണ്ടേ കഴിഞ്ഞു. നിങ്ങളുടെ കാര്യം എനിക്ക് അറിഞ്ഞൂടെ. എന്നെ ഉപേക്ഷിക്കേണ്ട കാലം പണ്ടേ കഴിഞ്ഞു. എന്നാൽ എന്നെ ഉപേക്ഷിക്കാതെ, എന്നെ വെട്ടിക്കളയാതെ അവന്റെ കൃപയാൽ നിർത്തുന്ന ആ സ്നേഹമില്ലേ, ദൈവത്തിന് നമ്മളോട് അങ്ങനെ നിർത്താമെങ്കിൽ നമുക്കെന്തുകൊണ്ട് നമ്മുടെ ഭാര്യയോട് ഭർത്താവിനോട് ആ കൃപ കാണിക്കാൻ സാധിക്കത്തില്ല? സോ ദർ ഷുഡ് ബി എ ലോട്ട് ഓഫ് ഗ്രേസ്. എന്നാൽ ഉപേക്ഷണം എവിടാണ് അനുവദനീയം? നോട്ട് റെക്കമെൻഡഡ് ബട്ട് പെർമിസിബിൾ. നിങ്ങൾ ശ്രദ്ധിച്ചോണം, വളരെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കണം. ഗോഡ് ഡസ് നോട്ട് ഗിവ് യു ദി അപ്രൂവൽ. ഇങ്ങനെ എന്നാ പിന്നെ നിങ്ങൾ എന്ത് വിളിച്ചു, അല്ല, ദിസ് ഇസ് പെർമിസിബിൾ. എങ്ങനെയാണ്? രണ്ട് അവസ്ഥകളെ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുള്ളൂ. ഒന്ന്, സെക്ഷൽ ഇമ്മൊറാലിറ്റി, അതായത് എൻ്റെ ജീവിതത്തിൽ അധാർമികത വന്നു കഴിഞ്ഞാൽ, ഒരു ഭാര്യയുടെ ഭർത്താവിൻ്റെയോ ജീവിതത്തിൽ അധാർമികത വേറൊരു പുരുഷന്റെ കൂടെ പോയി, വേറൊരു സ്ത്രീയുടെ കൂടെ പോയി അധാർമികത വന്നു കഴിഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട് പെർമിഷൻ. അതിനോട് ഞാൻ ചേർന്ന് പറയട്ടെ, എന്നാൽ ക്ഷമിച്ച് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ദൈവീകമായ ഫസ്റ്റ് പ്രമാണം. റെക്കൺസിലിയേഷൻ ത്രൂ ഫൊർഗിവ്നെസ്, അതാണ് ദൈവത്തിന്റെ ഉന്നതമായ പ്രമാണം, കേട്ടോ. എന്നാൽ ഇല്ല, ഇതെല്ലാം ചെയ്തിട്ട് വീണ്ടും 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 അധാർമികതയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അനുവാദം വേദപുസ്തകം മത്തായിയുടെ സുവിശേഷം കൊടുത്തിട്ടുണ്ട്. 2,
1 കൊരിന്ത്യർ 7 പുസ്തകത്തിൽ അതായത് ഞാൻ കർത്താവ് യേശുക്രിസ്തുവിൻ, നമ്മൾ രണ്ടുപേരും വിവാഹം ചെയ്തു, രണ്ടുപേരും വിശ്വാസത്തിലല്ലായിരുന്നു. എങ്ങനെയോ ദൈവത്തിന്റെ കൃപയാൽ ഒരാൾ കർത്താവിന്റെ ഭാഗത്തേക്ക് വന്നു, വീണ്ടും ജനനം പ്രാപിച്ചു, രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. അപ്പോൾ ഭർത്താവ് തീരുമാനിച്ചു, അല്ലെ ഭാര്യ തീരുമാനിച്ചു, എനിക്ക് ദൈവവുമായിട്ടൊന്നും വേണ്ട, ഞാൻ നിന്നെ ഇട്ടേച്ചു പോവുക. അവിടെയും എന്താണ്? ദൈവത്തിന്റെ വചനം ഇതിന് അനുവാദം നൽകിയിരിക്കുന്നു. എന്താണ് ഉന്നതമായ പ്രമാണം? അവിടെ നിന്ന് ആ ഭാര്യ അല്ലെ ഭർത്താവ് കർത്താവിനെ അറിയണം എന്നുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് നിൽക്കുന്നതാണ് ദൈവത്തിന്റെ ആഗ്രഹം. പക്ഷെ ചിലര് ഇട്ടേച്ചു. എനിക്കറിയാവുന്ന എത്രയോ സ്നേഹിതന്മാർ അല്ലെങ്കിൽ സ്നേഹിതര്, അവരുടെ ഭാര്യ അല്ലെ അവരുടെ ഭർത്താവ് അവർ കർത്താവിനെ അറിഞ്ഞത് കൊണ്ട് മാത്രം ഇപ്പോൾ ഞങ്ങളുടെ ക്യാമ്പസിൽ ഒരു കർത്താവിനെ അറിഞ്ഞ ബ്രാഹ്മണ ഒരു സ്ത്രീയും പുരുഷനും, അവർ ഹരിയാനയിലാണ്, അവർ ഞങ്ങളുടെ ക്യാമ്പസിൽ ഇപ്പം താമസിക്കുന്നുണ്ട്. ഭർത്താവ് വിട്ടേച്ചു പോയി, കർത്താവിനെ അറിഞ്ഞത് കൊണ്ട് മാത്രം ഉപേക്ഷിച്ച് അവളെ ഒരുപാട് ഉപദ്രവിച്ച് വെക്കുന്ന ഒരു സ്ത്രീയും അവളുടെ മോനും ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഗോഡ് പെർമിറ്റ്സ്. കാരണം വേറെ എന്താ ചെയ്യുക? വാട്ട് എൽസ് ഡു യു ഡു? വിശ്വാസം നിമിത്തം ഇട്ടേച്ച് പോകും. നമ്മൾ ഇട്ടേച്ച് പോകാനാന്നല്ല പറഞ്ഞത്, നമ്മളെ ഇട്ടേച്ച് നമ്മൾ ഇട്ടേച്ച് പോകണമെന്നല്ല. അവിടെ 1 കൊരിന്ത്യർ 7 പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ അങ്ങനെ പോകരുത് എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെങ്കിൽ നമ്മളെ ഇട്ടേച്ചു പോയാൽ വിശ്വാസം നിമിത്തം അവിടെയും ഉപേക്ഷണത്തിന് അനുവാദം നൽകുന്നു. ഇനി ശ്രദ്ധിച്ചോളണം. മിസറി, അൺഹാപ്പിനെസ്, പോവർട്ടി or incompatibilities are never given as grounds for divorce. എനിക്ക് സന്തോഷമില്ല. സന്തോഷമില്ലാത്ത നീ ഒന്നും ചെയ്യണ്ട കേട്ടോ. സന്തോഷമില്ലാത്തതൊക്കെ, നിനക്ക് സന്തോഷമില്ലേ മോനെ, നീ എവിടെ നിന്ന് ഇറങ്ങിക്കോ. അത് വേദപുസ്തകത്തിന്റെ പ്രമാണത്തിലുള്ളതല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതുപോലെ ഇത് ഈ പുള്ളിയുടെ കൂടെ നിന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ സമ്പത്തൊക്കെ അങ്ങ് താഴെ പോയി, ഇനിയിപ്പം കൂടെ നിന്നിട്ട് കാര്യമില്ല. അല്ലെ ആരോഗ്യം ക്ഷയിച്ചു, ഇനി ഞാൻ ഉപേക്ഷിക്കുക, കാരണം ഈ ആരോഗ്യമില്ലാത്ത സാധനത്തിനെ കൊണ്ട് എനിക്ക് ഗുണമൊന്നുമില്ല, എന്നാൽ പിന്നെ ഉപേക്ഷിക്കുക. ദീസ് ആർ നെവർ ഗ്രൗണ്ട്സ് ഫോർ ഡിവോഴ്സ്. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അഡ്വൈസ് കൊടുക്കാനുള്ള സാധ്യതയുള്ളൊരു അഡ്വൈസാണ്, മോനെ നിനക്ക് സന്തോഷമില്ലാത്ത മാരേജ് നീ നിൽക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരിക്കലും ദൈവം അനുവദിക്കുന്ന കാര്യമല്ല. God is asking you to pursue holiness. He is not asking you to pursue happiness. ജീവിതത്തിന്റെ പ്രമാണം അതാണ്. In your pursuit of holiness, God will give you the happiness. ഒരു പക്ഷെങ്കിൽ നിങ്ങൾ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവുമായിട്ട് ചേർന്ന് നടക്കുന്നു, നമ്മുടെ ഭാര്യമാരോ നമ്മുടെ ഭർത്താക്കന്മാരോ ആ മോഡിലല്ല. You continue to pursue God. You continue to pursue holiness. It is in the pursuit of your holiness, irrespective of what your spouse is doing. നമ്മുടെ ഭാര്യയോ ഭർത്താവോ എന്ത് ചെയ്തിരുന്നാലും നമ്മൾ ദൈവത്തിൻ്റെ ആ വിശുദ്ധിയും ദൈവത്തെ പിന്തുടർന്നാൽ it will always lead to happiness, not the other way. അതുകൊണ്ട് എപ്പോഴും പ്രിയമുള്ളവരെ ശ്രദ്ധിച്ചു കൊള്ളണം. എനിക്ക് പറ്റുന്നില്ല, ഞങ്ങൾ ഒരു ഓഫ് കോഴ്സ് നമ്മൾ ഇൻകമ്പാറ്റബിൾ ആണല്ലോ. അതിനെന്തോ ഇത്ര വലിയ ആശ്ചര്യപ്പെടുന്നത്? എന്തോ, 2 കുടുംബത്തിൽ വളർന്ന, 2 സാഹചര്യത്തിൽ വളർന്ന ഒരാണും രണ്ട് ഇതിലായിരിക്കും. വി ആർ ഇൻകമ്പാറ്റബിൾ. അതിനെന്നാ ഈ ഇൻകമ്പാറ്റബിൾ? ദീസ് ആർ നെവർ ഗ്രൗണ്ട്സ് ഫോർ ഡിവോഴ്സ്. എനിക്ക് സന്തോഷമില്ല, എനിക്ക് അങ്ങോട്ട് ശരിയാകുന്നില്ല, എക്സൈറ്റ്മെന്റ് ഇല്ല, എക്സൈറ്റ്മെന്റ് പോയി. These are never grounds for divorce. പക്ഷെങ്കിൽ because we are fallen and suffer from hardness of heart, നിങ്ങളുടെ ഹൃദയകാഠിന്യം മുതൽ ദൈവം പെർമിഷൻ 2 സാഹചര്യങ്ങളിൽ മോശയ്ക്ക് കൊടുത്തത് ഈ 2 സാഹചര്യങ്ങൾ മാത്രം. ഇത് വ്യക്തമായി മനസ്സിലാക്കണം. പിന്നെ ചിലർ പറയും, പക്ഷെങ്കിൽ വാട്ട് ഇഫ് ദർ ഇസ് ഫിസിക്കൽ അബ്യൂസ്? അടിയോടടിയ ഞാൻ ആ വീട്ടിൽ തന്നെ നിൽക്കണോ? ഇല്ല, നിൽക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷണം അല്ലെങ്കിൽ ഡിവോഴ്സിലേക്ക് പോകേണ്ട കാര്യമില്ല. സെപ്പറേഷൻ ഫോർ ദ ടൈം ബീങ് ഈസ് എ ഗുഡ് അഡ്വൈസ്. അല്ലെ, 1 കൊരിന്ത്യർ 7 പിന്നെയും പറയുന്നുണ്ട്, എന്ത് ചെയ്യേണ്ടി? നിങ്ങൾ 2 സ്ഥലത്ത് ജീവിച്ചു. കാരണം അടി ഉണ്ടാക്കിയിട്ട് ഗോഡ് ഡസന്റ് വാണ്ട് യു ടു സഫർ അബ്യൂസ്. എന്നാ പിന്നെ ഞാൻ ഇങ്ങനല്ലേ, ഞാൻ അടി കൊണ്ടെങ്കിൽ ജീവിച്ചോളാം. നോ, യു സ്റ്റേ സെപ്പറേറ്റഡ് ടിൽ യു ഫിക്സ് ഇറ്റ്. പക്ഷേ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഓർത്തോണം, യു ആർ സ്റ്റിൽ അണ്ടർ ദ കവനന്റ് ഓഫ് മാരേജ്. വിവാഹം എന്ന് പറയുന്ന ആ വലിയ ആ ഒരു കവനന്റിന്റെ കീഴിലാണ് നമ്മൾ. എനിക്ക് തോന്നിയ പോലെ ജീവിക്കാനോ ഞാനൊരു സിംഗിൾ ജീവിക്കുന്ന പോലെ ജീവിക്കാൻ എനിക്ക് അനുവാദമില്ല. ഐ എം സ്റ്റിൽ അണ്ടർ ദ കവനന്റ് ഓഫ് മാരേജ് ദോ വി ആർ ലിവിങ് സെപ്പറേറ്റ്. അതുകൊണ്ട് ഞാൻ വിശ്വസ്തത പുലർത്തണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെങ്കിൽ ഫോർ ഫിസിക്കൽ എൻ്റെ ശരീരത്തെ കാത്തു സൂക്ഷിക്കേണ്ടത് കൊണ്ടോ എൻ്റെ കുഞ്ഞുങ്ങൾ യാതൊരു കാരണവശാലും അബ്യൂസിലൂടെ കടന്നു പോകാനും, മദ്യപാനിയായ ഒരു ഭർത്താവ് അല്ലെങ്കിൽ വളരെ വയലൻ്റ് ആയിട്ടുള്ള ഒരു ഭാര്യ ഉണ്ടെങ്കിൽ മാറി താമസിക്കുക, കുഞ്ഞുങ്ങളെ കാത്തു സൂക്ഷിക്കുക, നിങ്ങളുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കുക. ബട്ട് യു ആർ സ്റ്റിൽ അണ്ടർ ദ കവനന്റ് ഓഫ് മാരേജ്.
രണ്ട്, ഇഫ് someone does not have biblical grounds for divorce, God regards them as still married and any subsequent relationship is considered adultery. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 8 മുതൽ. ഇതൊന്നും ഞാൻ പറയുന്നതല്ല, എല്ലാം കർത്താവിന്റെ വചനത്തിൽ നിന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സോ ബിബ്ലിക്കൽ ഗ്രൗണ്ട്സ് അല്ലാതെ ഡിവോഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ദൈവം അതിനെ അഡൾട്ടറി ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളത് പാപം ചെയ്തു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അബൌട്ട് ഹൗ മച്ച് ഗോഡ് ലവ്സ് മാരേജ് ആൻഡ് ഹൗ മച്ച് ഗോഡ് ഹേറ്റ്സ് ഡിവോഴ്സ് ആൻഡ് വൈ ഗോഡ് ഹേറ്റ്സ് ഡിവോഴ്സ് ആൻഡ് ഓൺ ദ ഗ്രൗണ്ട്സ് വിച്ച് ആർ പെർമിറ്റഡ് ഇൻ ദ സ്ക്രിപ്റ്റേഴ്സ് ഫോർ ഡിവോഴ്സ്. ഇത്രയും കാര്യം നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഈ ഐ ഹേറ്റ് ഡിവോഴ്സ് എന്ന് പറയുന്ന ആ ലാംഗ്വേജിൻ്റെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാനൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ 11ാം ക്ലാസ്സിലായിരുന്നപ്പം, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ചെറുപ്പത്തിൽ ഞാനൊരു മിഷണറി കുടുംബത്തിലാണ് ജനിച്ചെങ്കിലും 10-11 ആയപ്പോഴത്തേക്ക് ഐ വാണ്ടഡ് ടു ഹാവ് മൈ ഓൺ വേ. എൻ്റെ വഴി തന്നെ ജീവിക്കണമെന്ന് എനിക്കുണ്ട്. അധികം പേർക്കൊന്നും അറിയത്തില്ല, നമ്മുടെ വഴിക്ക് അങ്ങ് പോകുമായിരുന്നു. അപ്പോൾ ആ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പിതാവ് ഒരിക്കൽ എൻ്റെ അടുക്ക് വന്നു. എൻ്റെ അടുക്ക് വന്നപ്പോൾ ഞാൻ ഒരാളുടെ, ആരുടെയാണെന്ന് ഞാൻ പറഞ്ഞാൽ, പാട്ട് കേട്ടോണ്ടിരിക്കുക, ഒരാളുടെ പാട്ട് കേട്ടോണ്ടിരിക്കുക. അന്ന് വലിയ ഹരമായിരുന്നു ആ പാട്ട്. ഞാൻ വാക്ക്മാൻ, എൻ്റെ ഫ്രണ്ടിൻ്റെ നിന്ന് കാസറ്റ് വാങ്ങിച്ച് എൻ്റെ വാക്ക്മാനകത്ത് വെച്ച് ഞാൻ വാക്ക്മാൻ ഇങ്ങനെ വെച്ച് കേട്ടോണ്ടിരിക്കുക. അപ്പോൾ ആ സാധനത്തിൻ്റെ ആ കവറ് ഞാനിങ്ങനെ പുറത്ത് വെച്ചിരിക്കുക. അപ്പോൾ ടേപ്പ് അകത്തുണ്ട്, കവർ പുറത്തുണ്ട്. അപ്പോൾ നടന്ന് കട്ടിലിൻ്റെ അടുക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കാസറ്റ് കണ്ടു, ഈ കാസറ്റ് കവർ എൻ്റെ അടുക്ക് വന്നിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ശബ്ദം ഉയർത്തി ഭയങ്കര വോളിയത്തിൽ, അപ്പോൾ പ്രസംഗിക്കുന്ന ശബ്ദത്തിൽ എന്നോട് പറയുക, ഐ ഹേറ്റ് ദാറ്റ് മാൻ. ആരെക്കുറിച്ചാ? ഈ കാസറ്റിനകത്തുള്ള ഐ ഹേറ്റ് ദാറ്റ് മാൻ. അപ്പയ്ക്ക് എന്നാ പുള്ളിയോട് വല്ലതും വിദ്വേഷമുണ്ടോ? അതല്ല വിഷയം. അപ്പയ്ക്കറിയാം തൻ്റെ മകൻ ഇത് കേട്ടോണ്ടിരുന്നാൽ അവൻ്റെ ജീവിതം വേറെ വഴിക്ക് പോകും, അവൻ്റെ ജീവിതത്തെ ഇത് എന്തുമാത്രം ബാധിക്കുമെന്ന് അപ്പനറിയാം. അപ്പൻ മകനോടുള്ള സ്നേഹത്തിലാണ് ആ ദേഷ്യം പുറത്തു കൊണ്ടിരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ ദ പിക്ചർ? ഇറ്റ് ഈസ് ഫ്രം ദ ലവ് ഓഫ് ദ ഫാദേഴ്സ് ഹാർട്ട്. ഒരു പിതാവിൻ്റെ സ്നേഹമുള്ള ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ് ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു. ഇറ്റ് ഈസ് നോട്ട് വേർഡ്സ് ഓഫ് ഹെയ്റ്റ്, ഇറ്റ് ഈസ് വേർഡ്സ് ഓഫ് ലവ്. അത് മനസ്സിലാക്കണം. കാരണം അല്ലെങ്കിൽ അഥവാ ഇഫ് യു ഹവ് ഗോൺ ത്രൂ എ ഡിവോഴ്സ് ഓർ യു ഗോയിങ് ത്രൂ എ പെയിൻഫുൾ എക്സ്പീരിയൻസ്, യു വിൽ ഫീൽ കണ്ടംഡ്. ഇത് കോണ്ടംനേഷൻ്റെ വാക്കുകളല്ല, ഇറ്റ് ഈസ് വേർഡ്സ് ഓഫ് ലവ്. കാരണം ഇതെന്തുമാത്രം വേദന ഉണ്ടാക്കുന്നു, ഇതെന്തുമാത്രം നാശം സൃഷ്ടിക്കുന്നു എന്നുള്ളത് കർത്താവ് നിങ്ങൾ അറിയുന്നു, കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ഓക്കെ, ആട്ടെ, ആ വിഷയം കടന്ന് നമുക്ക് ലാസ്റ്റ് വിഷയത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ആൻസർ. അവസാനം ഒരു ചോദ്യം ചോദിക്കുക. ഈ ദൈവം ഉണ്ടെങ്കിലേ, ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം. ദൈവം ഉണ്ടെങ്കിൽ എന്താ പറയുന്നത്? ഇത്രയും പ്രശ്നങ്ങളൊക്കെ എന്താ നടക്കുന്നത്? എന്താ പറയുന്നത് അറിയാം? നിങ്ങൾ നിങ്ങളുടെ വാക്കുകളാൽ യഹോവയെ മുഷിപ്പിക്കുന്നു. യഹോവ എങ്ങനെ മുഷിപ്പിക്കുന്നത്? എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ അവനെ മുഷിപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദോഷം പ്രവർത്തിക്കുന്ന ഏവനും യഹോവയ്ക്ക് ഇഷ്ടമുള്ളവനാകുന്നു, അങ്ങനെയുള്ളവരിൽ അവൻ പ്രസാദിക്കുന്നു. അല്ലെങ്കിൽ ന്യായവിധിയുടെ ദൈവം എവിടെ എന്നിങ്ങനെ നിങ്ങൾ പറയുന്നതിനാൽ തന്നെ. നമ്മൾ ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ പ്രിയമുള്ളവരെ? ചിലരുടെയൊക്കെ അഭിവൃദ്ധി കാണുമ്പോൾ കണ്ടോ, യഹോവ എന്തി, ഇവരൊക്കെ യഹോവയ്ക്ക് ഇഷ്ടപ്പെട്ടവരായതുകൊണ്ടാണ് അവരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് സർക്കാസ്റ്റിക് ആയിട്ട് സ്റ്റേറ്റ്മെന്റ്സ് പറയത്തില്ലേ? ദൈവത്തെ മുഷിപ്പിക്കുന്ന വാക്കുകളാണത്. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. ഇവിടെ പറയുന്നത് ഇസ്രായേൽ മക്കൾ പറയാണ്, അവര് അഴുക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അവർ മോശമായിട്ടുള്ളതൊക്കെ ചെയ്യുന്നു, പക്ഷേ യഹോവയ്ക്ക് ഇഷ്ടമാണ്. കാരണം എന്നാ? അവരങ്ങ് തഴച്ചു വളരുകയല്ലേ, ദുഷ്ടനങ്ങനെ വളർന്നു വരിക അല്ലേ, വളർന്നു വരിക എന്ന് പറഞ്ഞതുപോലെ, ആസാഫ് പറഞ്ഞ പോലെ. ഇവരെയൊക്കെ നോക്കി, അവൻ കാണിക്കുന്നതെല്ലാം നെറുകേട്. നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പാട്ടും പ്രാർത്ഥനയും. അവൻ്റെ ബുക്ക് കണ്ടില്ല, നമ്മുടെ ബുക്ക് കണ്ടില്ലേ? പക്ഷെ അങ്ങനെ പറയുന്നത് ദൈവത്തെ മുഷിപ്പിക്കുന്ന വാക്കുകളാണ്. കാരണം എന്നാണെന്നറിയാമോ? ഗോഡ് ഈസ് ഒഫൻഡഡ് വെൻ പീപ്പിൾ അക്യൂസ് ഹിം ഓഫ് ഇൻജസ്റ്റിസ്. ഞാനൊരു കാര്യം പറയാം നിങ്ങളെക്കുറിച്ച്. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധത, നമ്മൾ ഭയങ്കര സത്യസന്ധതയുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. ആരെങ്കിലും നമ്മളോട് വന്ന് ഈ പുള്ളി പറയുന്നതൊക്കെ കളവാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ നമുക്ക് അകത്തൂടെ കയറുന്ന ഒരു ഈർഷ്യമുണ്ട്. അറിയോ? നമ്മൾ ഒരിക്കലും കള്ളത്തരം കാണിക്കാത്തവർ, നമ്മൾ ചില കാര്യങ്ങളിൽ വളരെ ക്ലീനായിട്ട് നടക്കുമ്പം നമ്മളോട് വന്ന് അവർ ആരോപണം പറയുക, ഇവർ ഭയങ്കര കള്ളത്തരം. നമുക്കിതുപോലെ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന വേറൊരു കാര്യമില്ല. നമ്മൾ 100% വിശുദ്ധരല്ല എന്ന് ഓർത്തോണം. പക്ഷെ ആ മേഖല പോലും നമുക്ക് ഒന്ന് ഓർത്തു നോക്കിയേ. അശുദ്ധി അടുക്കാത്ത നീതിമാനായ യഹോവയ്ക്കെതിരെ ആരെങ്കിലും വെറുതെ ഇങ്ങനൊരു ആരോപണം ഉന്നയിച്ചാൽ യഹോവയ്ക്ക് എന്തുമാത്രം അത് ഇറിറ്റേഷൻ ആവുമെന്നറിയാമോ?
അതുകൊണ്ടാണ് ഒരു കളിതമാശയ്ക്ക് പോലും ദൈവം എന്തായാലും അവരെയൊക്കെ അനുഗ്രഹിക്കുന്നവനാണെന്ന് പറയരുത്. അതിന് കാരണങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ദുഷ്ടന്റെ മേലും നീതിമാന്റെ മേലും മഴ പെയ്യുന്നതിനൊക്കെ ദൈവത്തിന്റെ കാരണങ്ങൾ, അത് വേറെ കാര്യം. പക്ഷെങ്കിൽ ദൈവത്തിന്റെ ജനമായ നാം വി ഷുഡ് നെവർ ഡൗട്ട് ഹിസ് ക്യാരക്ടർ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, വി കൻ ഡൗട്ട് ആ സർക്കംസ്റ്റാൻസസ്. നമ്മുടെ ചുറ്റുമുള്ള ആ അവസ്ഥകളെയൊക്കെ നമുക്ക് സംശയിക്കാം, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. പക്ഷെ ദൈവത്തിന്റെ ക്യാരക്ടറിനെ ഒരിക്കലും ചോദ്യം ചെയ്യരുത്. ഹി ഈസ് ഓൾവേസ് ഗുഡ്, ഹി ഈസ് ഓൾവേസ് ജസ്റ്റ്. അവൻ നീതിമാനായ ദൈവമാണ്, അവൻ നല്ലവനായ ദൈവമാണ്. അങ്ങനെ ഒരിക്കലും നമ്മൾ ചോദിച്ച് മുഷിപ്പിക്കരുത് എന്നുള്ളതാണ് അവിടെ മലാഖി പ്രവചനത്തിലൂടെ കിടക്കുന്നത്. അപ്പം 3 കാര്യങ്ങൾ ഇന്നത്തെ കോണ്ടെക്സ്റ്റ് സമറൈസ് ചെയ്ത് നിർത്താൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഗോഡ് ലവ്സ് മാരേജ്. എന്തുകൊണ്ടാണ് ദൈവം വിവാഹത്തെ ഇത്രമാത്രം സ്നേഹിക്കുന്നത്? കാരണം സ്വർഗത്തിൻ്റെ ഒരു 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 എന്താ പറയണ്ടേ, ഒരു ചെറിയ പതിപ്പാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. 2, ഗോഡ് ഹേറ്റ്സ് ഡിവോഴ്സ്. ദൈവം എന്തുകൊണ്ട് ഉപേക്ഷണം വെറുക്കുന്നു? കാരണം ഇറ്റ് കോസസ് സോ മച്ച് ഓഫ് പെയിൻ. ആ പെയിനിലൂടെ ദൈവത്തിൻ്റെ മക്കൾ കടന്നു പോകരുത് എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നു. 3, ഗോഡ് ലവ്സ് യു. അതാണല്ലോ മലാഖിയുടെ ഒന്നാമത്തെ വിഷയം. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. ആരെങ്കിലും ഈ ഒരു ഇഫ് യു ആർ ഗോയിങ് ത്രൂ എ പെയിൻഫുൾ മാരേജ് എക്സ്പീരിയൻസ്, ഐ വാണ്ട് യു ടു നോ, ഇഫ് യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്, ഗോഡ് ലവ്സ് യു. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അവൻ നിങ്ങളെ നോക്കി വിരൽ ചൂണ്ടി നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. ഹി ഡസ് നോട്ട് കണ്ടം യു. ഹി ഈസ് ലവിങ് ഓൺ യു. ഹി ഷോയിങ് യു ഗ്രേസ്. ഒരുപാട് കൃപ നിങ്ങളെ കാണിക്കുന്നു. ഹി വാണ്ട്സ് അസ് ടു കം ബാക്ക്. ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ഇനി എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും കുടുംബത്തിലേക്ക് കർത്താവിനെ ഒന്ന് ക്ഷണിച്ചു നോക്കിയേ. കർത്താവിനോട് പറഞ്ഞ, കർത്താവ്, എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, നീ എനിക്ക് വേണ്ടി ഇതൊന്ന് ഹാൻഡിൽ ചെയ്യാമോ? കാനാവിലെ കല്യാണത്തിന് വെള്ളത്തെ വീഞ്ഞാക്കിയതാണല്ലോ നമ്മൾ എപ്പോഴും പറയുന്നത്. ഏതവസ്ഥയും കർത്താവ് മാറ്റിമറിക്കും. ആൻഡ് ഹി വിൽ ഗിവ് യു ബ്യൂട്ടി ഫോർ ആഷസ്. എൻ്റെ വിലാപത്തെ നൃത്തമാക്കുവാൻ കഴിയുന്നവനാണ് കർത്താവ്. അങ്ങനൊരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. കർത്താവിന് സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു വിഷയമില്ല. എനിക്ക് എത്രയോ ഉദാഹരണങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഫ്രണ്ട്സുമായിട്ടുള്ള ബന്ധത്തിൽ ഐ ക്യാൻ ഷെയർ സോ മെനി ഇലസ്ട്രേഷൻസ്. എല്ലാം കൈവിട്ടുപോയി, ഇനി ഒരു രക്ഷയുമില്ല എന്ന് പറയുന്ന നല്ല ബ്യൂട്ടിഫുൾ ഇലസ്ട്രേഷൻസ്. പക്ഷെ കർത്താവിനെ ഒന്ന് ക്ഷണിച്ചു കഴിയുമ്പോൾ ഗോഡ് ഡസ് ഇറ്റ്. ഗോഡ് ലവ്സ് യു, ഗോഡ് ഇസ് ഫോർ യു, ഹി ഈസ് നോട്ട് അഗെയിൻസ്റ്റ് യു എന്നുള്ളത് നിങ്ങൾ എപ്പോഴും. അതുകൊണ്ട് ഒരിക്കലും ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഡോണ്ട് ഫീൽ കണ്ടംഡ്. ഡോണ്ട് ഫീൽ അയ്യോ എന്നാൽ പിന്നെ ഞാനൊരു സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൺ. നോ, ഗോഡ് ലവ്സ് യു. The reason why he hates divorce is because he knows what it causes. എനിക്ക് ക്യാൻസറിനോട്, നിങ്ങൾക്ക് ക്യാൻസറിനോടുള്ള വെറുപ്പ് പോലാണ് ഉപേക്ഷണത്തോട് ദൈവം വെറുക്കുന്നത്. Because he knows the consequences it can bring. ഓക്കെ, അതോടെ നമ്മുടെ 2-ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. 1-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിന്റെ സ്നേഹം, ശുശ്രൂഷയിൽ വന്ന മാലിന്യം. ഇന്ന് നമ്മൾ ഒരുമിച്ച് 2-ാമത്തെ അധ്യായത്തിൽ നോക്കിയത് വിവാഹത്തിൽ ഉണ്ടാകുന്ന മാലിന്യം. അതിൽ മാലിന്യം വരാതെ സൂക്ഷിക്കുവാനും എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് തീർക്കാൻ കർത്താവിന് കഴിയുമെന്നുള്ള വിശ്വാസത്തോടെ ഇന്നത്തെ നമ്മുടെ സെഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വരുന്നു. കേൾപ്പിച്ച ദൈവവചനത്തിനായിട്ട് സ്തോത്രം. വിവാഹത്തെ മാനിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കിടക്കയെ നിർമ്മലമായി വെക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തരണമേ. ഈ കാലഘട്ടത്തിൽ കർത്താവെ, വിവാഹത്തെ വളരെ ലൈറ്റായി കാണുന്ന ഒരു കൾച്ചറിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എന്നാൽ നിന്റെ മക്കളായ ഞങ്ങൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കർത്താവെ ഹൈ റിഗാർഡ്സിൽ വെക്കുവാൻ ഉള്ള കൃപ, ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ കാത്തു സൂക്ഷിക്കാനുള്ള കൃപ ഞങ്ങൾ ഓരോരുത്തർക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏതെങ്കിലും പ്രയാസത്തിലൂടെ, കുടുംബജീവിതത്തിൽ പ്രയാസത്തിലൂടെയോ കർത്താവ് ഡിവോഴ്സിലൂടെയോ വേദനിക്കുന്ന ആരെങ്കിലും കൂട്ടു സഹോദരങ്ങൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നിന്റെ സ്നേഹം കൊണ്ട് അവരെ നിറയ്ക്കണമേ. ഞാൻ നിന്റെ ഭർത്താവാകുന്നു എന്ന് പറഞ്ഞ കർത്താവെ, ഭർത്താവില്ലാത്തവർക്ക് ഭർത്താക്കന്മാരും ഭാര്യമാരില്ലാത്തവർക്ക് ഭാര്യമാരായും കർത്താവെ ആ സ്നേഹം നീ കൊടുക്കണമേ. അവരുടെ ഉള്ളിലെ വേദന നീ അറിയുന്നു. അവരുടെ ഉള്ളിലെ കർത്താവെ കരച്ചിൽ നീ അറിയുന്നു. രാത്രികൾ എന്തുമാത്രം അവർ ഈ വേദന നിമിത്തം കരഞ്ഞു എന്നുള്ളത് അവരറിയുന്നു. കർത്താവെ, അവരെ കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ കർത്താവെ സ്റ്റഡിയിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അപാകതകളുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവ് പൂർണ്ണമാക്കി മനസ്സിലാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസർ സെഷനും കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ. ഇത് മനസ്സിലാക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. യേശു മുഖാന്തരം യാചിക്കുന്നു. കൃപയോടെ കേൾക്കണമേ.